എഴുന്നേറ്റ് നിൽക്കാം. സാംസ് നമ്പർ 90, 90-ാം സങ്കീർത്തനം. നമുക്ക് ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കാം. സങ്കീർത്തനം 90, സാംസ് 90. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടക്കി ചെറുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമ്മുടെ വിശുദ്ധ കരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ എല്ലാവർക്കും ഇരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിൽ ദൈവസഭയിൽ നിന്നുകൊണ്ട് കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം നിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവഭൃത്യന്മാർക്കും ദൈവസഭയ്ക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മളിലൊരു സങ്കീർത്തനമാണ് ദൈവം നമുക്ക് നൽകി തന്നത്. മോശയുടെ ഒരു പ്രാർത്ഥന എന്നതിൻ്റെ ഹെഡ്ലൈനിൽ കാണുന്നു. ഇത് 4-ാം പുസ്തകം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഹെഡ്ലൈനിൽ കാണുന്ന 4-ാം പുസ്തകം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ എന്ന് പറയുന്ന 4-ാമത്തെ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം പ്രാർത്ഥനയായിട്ടാണ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. ഇതിനൊരു ചെറിയ പശ്ചാത്തലമുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക്. മോശയുടെ സഹോദരനായ അഹറോൻ, അദ്ദേഹത്തിൻ്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ അഹറോനും മോശയും അഹറോൻ്റെ പുത്രനായ എലയാസറും കൂടെ ഹോർ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിച്ചെന്ന് ഈ പൗരോഹിത്യ ശുശ്രൂഷ ഒരു തൻ്റെ മകനു വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സമയത്താണ് അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. സ്തോത്രം. ഒരാളുടെ മരണത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് താഴേക്ക് 3 പേർ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് 2 പേർ മടങ്ങി വരുന്ന ഒരു സന്ദർഭമാണ് ഇതിൻ്റെ പശ്ചാത്തലം. സാധാരണ ഈ സങ്കീർത്തനം ഖബറടക്ക ശുശ്രൂഷ വേളകളിലൊക്കെയാണ് നാം പൊതുവെ കേൾക്കാറുള്ളത്. എന്നാൽ ഇന്ന് ഈ സങ്കീർത്തനം ദൈവസഭയുടെ മധ്യേ പ്രാർത്ഥനയ്ക്കായിട്ട് എടുത്തത് ഇതിനകത്തൊരു പ്രവചനം മറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ വേദഭാഗം ഇന്ന് ഈ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത്. ദൈവത്തിന് സ്തോത്രം. 1-2 വേദഭാഗങ്ങൾ താഴോട്ട് വായിച്ച് അതിലേക്ക് കടന്നു വരാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. അതിൻ്റെ 1-ാമത്തെ വേദഭാഗം: കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരു വേദഭാഗമാണ്. തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പൗരോഹിത്യ ശുശ്രൂഷ അത് മക്കളിലേക്കാണ് കടന്നു വരുന്നത്. പുറപ്പാട് പുസ്തകം 29 അത് പറയുന്നുണ്ട്. അഹറോൻ്റെ പൗരോഹിത്യം അത് മക്കൾക്കാണ് വരുന്നത്. തലമുറ തലമുറയായിട്ടാണ്. നമ്മളുമായുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ നമ്മൾ കർത്താവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഇവിടെ ചെയ്യുന്നുണ്ട്, അല്ലേ? നമ്മളെല്ലാവരും രാജകീയ പുരോഹിതന്മാരായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ തലമുറ തലമുറയായിട്ടാണ് ഇത് കൈമാറിപ്പോകുന്നത്. അപ്പോൾ തുടർന്നുള്ള മക്കളും കൊച്ചുമക്കളും അവരെല്ലാം കർത്താവിൻ്റെ വേല ചെയ്യണമെന്നാണ് ഈ ഭാഗത്തിനൊരു ആത്മീയ അർത്ഥമുള്ളത്. ഇതിനകത്ത് കാണുന്ന ഒരു വേദഭാഗം ഇങ്ങനെയാണ്. ഇന്നലെ 4-ാമത്തെ വേദഭാഗം: 1000 സംവത്സരം
1000 സംവത്സരം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ 1000 സംവത്സരം ഒരു ദിവസമായിട്ട് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഹോശിയ പ്രവചന പുസ്തകത്തിനകത്തൊരു വേദഭാഗമുണ്ട്. ഹോശിയ പ്രവചനത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ഹോശിയ 6:12. ഹോശിയ പ്രവചനം 6:1-2. ഇതൊരു പ്രവചന വേദഭാഗമാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. 2 ദിവസത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ദിവസം നമ്മളെ സംബന്ധിച്ച് അത് 1000 വർഷമാണ്. 2 ദിവസം 2000 വർഷമാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് 3-ാം ദിവസം നമ്മളെ എഴുന്നേൽപ്പിക്കും. അപ്പം ചുരുക്കം പറഞ്ഞാൽ 2000 വർഷം കഴിഞ്ഞു, 2024. അപ്പോൾ എഴുന്നേൽപ്പിപ്പാനുള്ള സമയം ആയി. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു വേദഭാഗം ഇതിനകത്ത് മറഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ തന്നെ ആയുഷ്കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വേദഭാഗം ഒന്ന് വായിച്ചേ. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, അത് അധികമായാൽ ഏറെയായാൽ 80 സംവത്സരം. നമ്മൾ പൊതുവേ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മളുടെ ആയുസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് മോശയുടെ പ്രാർത്ഥനയാണ്, അല്ലേ? മോശ എത്ര കാലം ജീവിച്ചിരുന്നു? 120 വർഷം. ആവർത്തന പുസ്തകത്തിനകത്ത് ആ വേദഭാഗമുണ്ട്, 34:7 മോശയുടെ ആയുസ് 120 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ ആയുഷ്കാലം 70 ആണോ 80 ആണോ? 120 അവിടെ. അപ്പോൾ അതല്ല അതിൻ്റെ അർത്ഥം. നോക്കുക, 1948 ഇസ്രയേൽ എന്നൊരു രാജ്യം സ്ഥാപിതമായി. നിങ്ങൾ ഇസ്രയേലിനെ നോക്കി പഠിക്കാനാണ് പറയുന്നത്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അത് തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ എത്ര വർഷമായി ആ അത്തി തളിർത്തിട്ട്? 48 മുതൽ അടുത്ത 2028 ആവുമ്പോൾ 80 വർഷം പൂർത്തിയാവുകയാണ്, അല്ലേ? അപ്പോൾ 70 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ ആയുഷ്കാലം 70, അത് ഏറിയായാൽ 80. ഇപ്പോൾ 2028 അവരുടെ വർഷം 80 പൂർത്തിയാക്കുകയാണ് അവർ. നമുക്കൊരു കാര്യം ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനു മുൻപ് ആമേൻ കർത്താവ് വരുവാനുള്ള എല്ലാ സാധ്യതയും ഈ കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് കാണുന്ന ആ രാജ്യം ആമേൻ അവരാൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അതിന് അധികകാലമുണ്ടോ എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കത്തില്ല. ഇന്ന് അവിടെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ യുദ്ധങ്ങൾ നടക്കുകയാണ് അവിടെ. ഇതെല്ലാം നമ്മളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, പറന്നു പോകാൻ സമയമായി, നമുക്ക് പറന്നു പോകാനുള്ള സമയം അടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് ആമേൻ എന്നെ സന്തോഷിപ്പിച്ച ദൈവവചനമുണ്ട്. അതിലേക്കാണ് കടന്നു വരുന്നത്. അതിൻ്റെ 12-ാം വചനം. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ ദിവസങ്ങളെ എണ്ണുവാൻ നമ്മളെ ഉപദേശിക്കണമേ. ഉപദേശിക്കണമേ. പ്രിയമുള്ളവരെ, ആമേൻ, ഓരോ ദിവസവും എണ്ണി മുന്നോട്ട് പോകേണ്ട ദിവസങ്ങളാണിത്. കാഹളം ധ്വനിപ്പാൻ സമയമായി. കർത്താവ് മേഘത്തിൽ നമ്മളെ എതിരേൽപ്പാൻ സമയമായി. അതുകൊണ്ട് എണ്ണി കാത്തിരിക്കണം. ആമേൻ. ദൈവവചനം പഠിക്കുകയാണെങ്കിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ സാറായി ആമേൻ വാഗ്ദത്തം നൽകിയ ദൈവം വിശ്വസ്തൻ എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ താഴെ 26-ാം വാക്യത്തിൽ എബ്രായ 11:26 മോശയെക്കുറിച്ച് പറയുന്നുണ്ട്.
മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി എന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വന്നാൽ 3:7 ആമേൻ, ലാഭമായതെല്ലാം ഛേദമെന്ന് എണ്ണി എന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള 3 പോയിന്റാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തൻ എന്നെണ്ണിയാൽ ആമേൻ വാഗ്ദത്തം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം വിശ്വസ്തൻ എന്നെണ്ണി നമ്മൾ വിശ്വസ്തരായിട്ട് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോയാൽ വാഗ്ദത്തം പ്രാപിക്കും. 2, ആമേൻ, ക്രിസ്തു നിമിത്തം സഹിക്കുന്ന നിന്ന അതൊരു വലിയ ധനമെന്നെണ്ണിയാൽ, കർത്താവിന് വേണ്ടി നിന്ന് സഹിച്ചാൽ ആമേൻ സ്വർഗത്തിലുള്ള പ്രതിഫലം, ആമേൻ നിക്ഷേപം, ആമേൻ അത് നമുക്ക് ലഭിക്കും. 3-ാമതായിട്ട് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു 3:7 ഫിലിപ്പിയ ലേഖനം, ആമേൻ, സകലതും ഛേദമെന്ന് എണ്ണുവാൻ, ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ, ആമേൻ സ്തോത്രം, എന്നാൽ സ്തോത്രം സ്വർഗീയ നിക്ഷേപം പ്രാപിപ്പാൻ സംഗതി വരും. പ്രിയമുള്ളവരെ, ആമേൻ, നമ്മുടെ നാളുകളെ എണ്ണിയാൽ ആമേൻ സ്തോത്രം, ആമേൻ ജ്ഞാനം ഉള്ള ഒരു ഹൃദയം നാം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ, വിശ്വസ്തനെന്ന് എണ്ണിയാൽ ആമേൻ നാം വാഗ്ദത്തത്തിൻ്റെ ശക്തി പ്രാപിക്കും, പുനരുത്ഥാനത്തിൻ്റെ ശക്തി പ്രാപിക്കും. ആമേൻ, ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിയാൽ ആമേൻ സ്വർഗീയ നിക്ഷേപം നമ്മൾ പ്രാപിക്കും. ആമേൻ, സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണി ആമേൻ ഈ ലോകത്തിൻ്റെ ഇമ്പമാ എല്ലാം വലിച്ചെറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ സ്വർഗീയമായ ആമേൻ നിക്ഷേപം പ്രാപിക്കും. ഇപ്രകാരം ദൈവസന്നിധിയിൽ ചേർന്ന് ദൈവിക വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ഈ ദൈവദിനത്താൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.